ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെയാണെന്ന് UN സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസിസ്ക ആൽബനീസ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ക്രൂരതയെയും ഫ്രാൻസിസ്ക ആൽബനീസ് അപലപിച്ചു. ഇസ്രയേലിന്റെ നടപടികളെ നേരിടാൻ രാജ്യങ്ങൾ ഒന്നിച്ച് ബഹുരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കണമെന്നും ഖത്തറിൽ നടന്ന ദോഹ ഫോറത്തിൽ സംസാരിക്കുന്നതിനിടെ അവർ അഭിപ്രായപ്പെട്ടു. ബഹുരാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ പുതിയ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ നിലപാടുകൾ സ്വീകരിച്ച് ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാണ് ഫ്രാൻസിസ്ക ആൽബനീസ് പറഞ്ഞത്. അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. നയതന്ത്ര സംരക്ഷണം, ഭൗതിക സഹായം, നേരിട്ടുള്ള പിന്തുണയടക്കം ഗാസയിലെ ഇസ്രയേലി നടപടികൾക്ക് പല രാജ്യങ്ങളും സജീവ പങ്കാളിത്തം നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഗാസയിൽ നടക്കുന്ന വംശഹത്യ ഒരു കൂട്ടായ കുറ്റകൃത്യമാണെന്ന് ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിൽ ഫ്രാൻസിസ്ക ആൽബനീസ് പറഞ്ഞിരുന്നു. കിഴക്കൻ ജെറുസലേമിലെ UNRWA കോമ്പൗണ്ടിൽ ഇസ്രയേലിന്റെ അനധികൃതമായ കടന്നുകയറ്റത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രയേൽ പോലീസ് കോമ്പൗണ്ടിൽ റെയ്ഡ് നടത്തിയെന്ന് UN റിപ്പോർട്ട് ചെയ്തു. ഇത് അന്താരാഷ്ട്ര നിയമത്തിനെതിരായ ഒരു പുതിയ വെല്ലുവിളിയാണെന്നും UN ആരോപിച്ചു. പോലീസ് വാഹനങ്ങൾ, ഫോക്ലിഫ്റ്റുകൾ എന്നിവ കൊണ്ടുവന്ന് എല്ലാ ആശയവിനിമയങ്ങളും വിച്ഛേദിക്കുകയും ഫർണിച്ചറുകൾ, IT ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തെന്നും UN റിപ്പോർട്ട് ചെയ്തു. ഈ കോമ്പൗണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാനമാണ്. ഇസ്രയേലിന്റെ അനധികൃത പ്രവേശനത്തെ ശക്തമായി അപലപിക്കുന്നു. UNRWA പരിസരങ്ങളുമായി ഇസ്രയേൽ വിട്ടുനിൽക്കണം, UN ജനറൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇസ്രയേൽ പോലീസും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും ബലമായ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നുവെന്ന് UNRWA കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനിയും എക്സിൽ അറിയിച്ചു. UNRWA പരിസരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സംരക്ഷണത്തിനും ഉയർത്തിപ്പിടിക്കലിനും ആവശ്യമായ എല്ലാ നടപടികളും ഇസ്രയേൽ ഉടനടി സ്വീകരിക്കണമെന്നും UN ആവശ്യപ്പെട്ടിട്ടുണ്ട്. UNലെ അംഗരാജ്യമെന്ന നിലയിൽ UNന്റെ പരിസരങ്ങളെ സംരക്ഷിക്കാനും ബഹുമാനിക്കാനും ഇസ്രയേൽ ബാധ്യസ്ഥരാണ്. ആ ബാധ്യതയുടെ നഗ്നമായ അവഗണനയാണ് ഇസ്രയേലിന്റെ ഈ നടപടിയെന്നാണ് ഫിലിപ്പ് ലസാരിനി കൂട്ടിച്ചേർക്കുന്നത്. UNRWAയുമായും മറ്റ് UN ഏജൻസികളുമായും സഹകരിക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറയുന്നുണ്ടെന്നും UN വ്യക്തമാക്കി. പലസ്തീനിൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ 5 സ്ഥലങ്ങളിലായി ഏകദേശം 6 ദശലക്ഷം അഭയാർത്ഥികൾക്ക് UNRWA ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റു സേവനങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട പദ്ധതികൾക്കായി ചർച്ചകൾ നടത്തുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഈ മാസം കൂടിക്കാഴ്ച നടത്തുമെന്നും നെതന്യാഹു പറഞ്ഞു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ രണ്ടാം ഘട്ടം ഉടൻ നടത്തണമെന്നും തുടർന്ന് മൂന്നാം ഘട്ടവും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ 600 തവണ വെടിനിർത്തൽ ലംഘനം നടത്തിയതായാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആദ്യഘട്ട വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ സൈന്യം 70 കുട്ടികളുൾപ്പെടെ 360-ലധികം പലസ്തീനികളെ കൊലപ്പെടുത്തിയെന്നും 900-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നും മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായെന്നും അടുത്ത ഘട്ടത്തിനായുള്ള ചർച്ചകൾ നടത്തുമെന്നുമുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനയും വന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചിട്ടും പലസ്തീൻ ഇസ്രയേൽ വംശഹത്യ തുടരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശനിയാഴ്ച മുതൽ ഗാസ നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലുമായി ഇസ്രയേൽ ആക്രമണത്തിൽ 14 കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുണിസെഫ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്നത് സംഘടിത പീഡനമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ നേരത്തെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി UNന്റെ CAT കൺവെൻഷൻ ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്ന വിലയിരുത്തലിലാണ് ഗുരുതരമായ പീഡനങ്ങൾ നടന്നതായി കണ്ടെത്തിയിരുന്നത്. ഗാസയിൽ നടന്ന യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.